വേണം, ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫോം ആക്കി കൊണ്ടുതരും കേട്ടോ. ലക്ഷ്മി നക്ഷത്രയുടെ ഈ സുധിച്ചേട്ടൻ്റെ കെയർ ഓഫിൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കും കുറച്ച് ക്രിഞ്ചായിട്ട്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഹ്യൂമാനിറ്റി സൈഡ് അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഷീ ഈസ് സപ്പോർട്ടിങ് ദ ഫാമിലി. സുധിച്ചേട്ടനായിട്ടുള്ള ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വൈഫും പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ്റെ വൈഫും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യത്തെ ഇതിലൊക്കെ അവരുടെ വീട്ടിൽ പോകുന്നതും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ ഓക്കെ, സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഓക്കെ. പക്ഷെ ബീജം ഇട്ടങ്ങ് നശിപ്പിച്ചു കളയും. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ട്രോൾസും ഒരുപാട് മെംസും വന്നിട്ടുണ്ട്. കാരണം ഈ വീഡിയോ കണ്ട പലർക്കും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ സംഭവം കണക്ട് ആയിട്ടുണ്ടാവും, അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഓൾറെഡി വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്, ഇത് നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറയാം, ആരും അറിയാതെ കൊണ്ട് കൊടുത്തൂടെ എന്നൊക്കെ പറയാം. പക്ഷെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇത് എന്നുള്ളത്. ഓക്കെ, എൻ്റെ കസിൻ, അതായത് എൻ്റെ വല്യമ്മ, അച്ഛൻ്റെ വല്യമ്മ, ഇതേപോലെ തന്നെ ഹസ്ബൻഡ് മരിച്ചിട്ട്, അവർക്ക് കുട്ടികളില്ല, ഹസ്ബൻഡ് മരിച്ചിട്ട് ആ ഹസ്ബൻഡ് മരിച്ച അന്ന് ഇട്ട ഷർട്ട് ഇപ്പോഴും കയ്യിലുണ്ട്. ഇപ്പോഴും ആശാത്തിയുടെ കയ്യിലുണ്ട്. ആശാത്തി അത് രാത്രി കിടക്കുമ്പോൾ ബെഡിൻ്റെ അടുത്ത്, തലോണയുടെ അടുത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതേപോലെ എൻ്റെ മുത്തശ്ശൻ മരിച്ചപ്പോൾ അമ്മ മുത്തശ്ശൻ്റെ മാല, വാച്ച്, കയ്യിലെ രുദ്രാക്ഷം ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രേണു അല്ല, സുധിച്ചേട്ടൻ്റെ വൈഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്മെല്ല് വേണം, ആ സ്മെല്ല് എനിക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, പെർഫ്യൂം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അപ്പൊ അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്ക് ലക്ഷ്മി നക്ഷത്ര ആ പ്രോമിസ് കീപ്പ് ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ട, അത്രയും നമ്മളുടെ എല്ലാമായ, അതിപ്പോ പാരന്റ്സ് ആയിക്കോട്ടെ, സിബിലിയൻസ് ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, അയാൾ നമ്മളെ വിട്ട് എന്നേക്കായിട്ട് പോകുമ്പോൾ ആ ഒരു ചിലർക്ക് വേണമെങ്കിൽ ഇത് ഭയങ്കര ക്രിഞ്ചായിട്ട് പറയാം, അല്ലെങ്കിൽ മരിച്ചവര് മരിച്ചില്ലേ, പോയില്ലേ. അതുപോലെ കയസ് പറയുന്നുണ്ടായിരുന്നു, എങ്ങോ ഒരു പെർഫ്യൂമിന്റെ കാര്യമായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു എങ്ങോ ഇത് പറഞ്ഞതല്ല അത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യൂ അറിയാൻ പാലാത്തോണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പലരും ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. നമ്മളെ വിട്ടുപോയ ആ മനുഷ്യനെ അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും ആ മനുഷ്യന്റെ സ്മെല്ലായിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, അതിലൂടെ ജീവിക്കുന്നവരുണ്ട്. അതിലെന്താ തെറ്റുള്ളത്? അതിനെന്തിനാ ഇത്ര ട്രോള് വരുന്നത്? അതിനെന്തിനാണ് ഇത്ര ആ ഒരു സംഭവത്തിനെ നശിപ്പിക്കുന്നത്? എത്ര ആൾക്കാർക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും, എത്ര ആൾക്കാർ ട്രോമയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇതേപോലെ ഒരു സ്മെല്ലോ ആ ഒരു സംഭവത്തിലൂടെ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമല്ലേ ഇത്? അതിന് ഒരുപാട് ആൾക്കാർ ലക്ഷ്മി നക്ഷത്ര ഏറി കയറ്റി മണവിദിത്ത് എന്നും പറഞ്ഞിട്ടൊക്കെ ട്രോളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്, അദ്ദേഹം ആ ഒരു സംഭവത്തിനെ സ്മെല്ല് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങിയിട്ട്, അതൊക്കെ വലിയ കാര്യങ്ങളാണോ? നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ കുറെ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക, അതേപോലെ അതിനെപ്പറ്റി ട്രോൾ ഉണ്ടാക്കുക. ആ കുട്ടി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിങ്ങനെ ചെയ്യുന്നത് പലർക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു ചില ആൾക്കാരുടെ ബോണ്ട്, ആ ഒരു കണക്ഷൻ, ആ വ്യക്തി എന്നേക്കായിട്ട് മരിച്ചു പോകുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ടാവും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ ഈ ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ചെയ്ത മാതിരി ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോ എല്ലായിടത്തും കയറിയിട്ട് ഇങ്ങനെ കുനിശം പറയാ, എല്ലായിടത്തും കയറിയിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയാ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ബീജം മറ്റു കാര്യങ്ങളോട് അതിന്റെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത രീതി കണ്ടു, ഒരു സിനിമ പോലെയാണ്. ആദ്യം ലക്ഷ്മി നക്ഷത്രം ഇത് പറയുന്നു, പിന്നെ വൈഫ് പറഞ്ഞ കാര്യം പറയുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, നമ്മുടേതായ ഒരു വ്യക്തി എന്നേക്കായിട്ട് ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിട്ടിട്ട് പോയതാണ്, നമ്മളായിട്ട് ഉടക്കി പിരിഞ്ഞു പോയതാണെങ്കിലും നമ്മൾ എന്താ ആരൊക്കെ വന്ന് മിണ്ടിയിരുന്നെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. പക്ഷെ ഈ ലോകം വിട്ട് പോയ ഒരു ആള്, അത് സുധിച്ചേട്ടന്റെ വൈഫാണെങ്കിൽ അത്രയും ആ ഒരു ലൈക്ക് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന, പ്രോഗ്രാമിന് ഇട്ടുകൊണ്ട് പോയ അത് അവർക്ക് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് ഈ ഒരു ആ ഒരു പെർഫ്യൂം കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് കിട്ടുള്ളൂ. ഇതൊക്കെ എത്ര ആൾക്കാർക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ദൈവത്തെ ഓർത്ത് ഇമാതിരി സംഭവങ്ങൾ വെറുതെ ലൈക്ക് ഒരു വൃത്തികെട്ട സൊസൈറ്റിയിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് ചോദിക്കട്ടെ, നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു പേഴ്സൺ എന്നേക്കായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ?
അയാളുടെ ആ ഒരു ട്രോമയിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അയാൾ വിട്ടുപോയതിൽ ആ ഒരു ലക്ഷ്മി നക്ഷത്ര വീഡിയോയിൽ എത്ര പേര് യോജിക്കുന്നുണ്ട് പുള്ളി ആ ചെയ്തു കൊടുത്ത സംഭവത്തിന്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എനിക്കും അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഷീ ഡോണ്ട് കെയർ ആക്ച്വലി ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷെ വലിയൊരു മെസ്സേജാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ് ചെയ്തു കൊടുത്തത്. കാരണം സുധിച്ചേട്ടന്റെ വൈഫ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി നക്ഷത്രം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്, കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരിയാണ്, ആദ്യത്തെ വീഡിയോ കുറച്ച് ക്രിഞ്ചായിപ്പോയി, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്ത കാര്യങ്ങൾ വളരെയധികം സപ്പോർട്ടിങ് ആണ്. എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ. ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞില്ലേ വല്യമ്മയുടെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ, അതിന്റെ ഒരു വൈബ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആ ഒരു ഫീലിങ്സ് മനസ്സിലായോ, ആ ആള് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അതല്പം മനസാക്ഷി, റിലേഷൻഷിപ്പിനോടുള്ള ഒരു ആത്മാർത്ഥത, ആ ഒരു ഹ്യൂമാനിറ്റി സംഭവം ഉള്ളവർക്കൊക്കെ ഈ വക കാര്യങ്ങൾ കത്തുള്ളൂ. അപ്പം ലക്ഷ്മി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രീം ഷീ വിൽ ട്രൈ എന്നുള്ളത്. അത് ചെയ്തു കൊടുക്കാൻ പറ്റി, അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ഇതേപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു സൊല്യൂഷൻ ആണ്. അതില് ഇങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട്, പെർഫ്യൂം മിക്സ് ചെയ്ത് കൊടുക്കുന്നൊക്കെ സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ, ടു ബി ഫ്രാങ്ക്, ഇങ്ങനെ ഒരാളുടെ ബോഡി സ്മെല്ലെടുത്തിട്ട്, പെർഫ്യൂം മൂവിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് വേറെ ലെവല്. ഇങ്ങനത്തെ ബോഡി സ്മെല്ലെടുത്തിട്ട് അതിപ്പോ നിലവില് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു സ്മെല്ല്, അതിപ്പം ഭാര്യ ഭർത്താവ് ഭാര്യയുടെ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് സിബിലിയൻസ് അവർ തമ്മിലൊക്കെ അത്ര കണക്ഷൻ ആണെങ്കിൽ ആ സ്മെല്ലിൽ വരെ ഭയങ്കര ബോണ്ടിങ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു സംഭവം. അതൊക്കെ വളരെ ജെന്യൂനായിട്ട് നിൽക്കുന്ന പച്ച മനുഷ്യന്മാർക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. കമന്റ്സും ട്രോൾസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സൊസൈറ്റി എങ്ങോട്ടാ പോണെന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ പോയി. അപ്പം ചില കാര്യങ്ങളുടെയൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, ഇത് സോഷ്യൽ മീഡിയ അല്ലേ, എന്ത് കോപ്രായം പറയാം എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. വളരെ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത്. അത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്രിഞ്ചായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതിപ്പോൾ മരിച്ചുപോയ സുധിച്ചേട്ടനാണെങ്കിലും ഭയങ്കര ഒരു മെന്റലി സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ഞങ്ങളുടെ ഇതിലൊക്കെ പറയും ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ളത്, അത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ്റെ വൈഫിന് ആ പിള്ളേരെ മച്ചനി മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പം ആ ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു സ്മെല്ലും ഇതും കിട്ടുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കൂടെ ഉണ്ടാവുന്നു എന്നുള്ള ഒരു തോട്ട് വളരെ വലിയ കാര്യമാണ്. പലരും ലോൺനെസ്സിനെ പറ്റിയിട്ടും ഇട്ടിട്ട് പോയതിനെ പറ്റിയിട്ട് ഒക്കെ ഇരുന്ന് കരയും ലൈഫ് കളയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അതങ്ങനെയാണോ, നമ്മൾക്ക് എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, അത്രയും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെടുമ്പോൾ ലോകം തന്നെ നമുക്ക് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ട്രോൾസും സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ലെവലിൽ പോലും ഹ്യൂമാനിറ്റി ഇല്ലാത്ത വൃത്തികെട്ട മനുഷ്യരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ലക്ഷ്മി നക്ഷത്ര ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നോ? അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ മരിച്ചു പോയിട്ട് ഇങ്ങനത്തെ എനിക്കും വേണം ഇതേപോലെ ആ ആളുടെ പ്രസൻസ് ത്രൂ സ്മെല്ലാണെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യുക. ഇഗ്നോർ ദ സൊസൈറ്റി. കാരണം ഞാൻ പറഞ്ഞില്ലേ, പച്ച മനുഷ്യർക്ക് സ്നേഹം എന്താണ്, ഒരു മനുഷ്യന്റെ വില എന്താണ്, കൂട്ട് എന്താന്നൊക്കെ മനസ്സിലാക്കുന്നവർക്കും ഫീൽ ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോസ് ഒക്കെ ഡൈജസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചെയ്ത കാര്യം ഡൈജസ്റ്റ് ആവുള്ളൂ. ശരിയാണ്, ആരും അറിയാതെ വേണമെങ്കിൽ കൊണ്ടു കൊടുക്കായിരുന്നു. ആ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഏർണിങ്സും ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ്സ് സെക്കൻഡറി, ദാറ്റ്സ് ലിറ്ററലി സെക്കൻഡറി. പക്ഷെ ആശാത്തി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഒരുപാട് ജീവിച്ചിരിക്കെ മരിച്ച് ചത്തതിന് നോക്കുമ്പോൾ ജീവിക്കുന്ന പറയില്ല, അതേപോലത്തെ ആളുകൾക്ക് ഒരു വെളിച്ചമാണ് ലക്ഷ്മി നക്ഷത്ര ത്രൂ സുധിച്ചേട്ടൻ അല്ലെങ്കിൽ ത്രൂ സുധിച്ചേട്ടൻ ഫാമിലി ചെയ്തതെന്ന് ഞാൻ പറയും. താങ്ക് യു.